ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഇറാനും ബൈബിളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, ബൈബിളിൽ ഇറാനെക്കുറിച്ചുള്ള പരാമർശങ്ങളെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ അതോടനുബന്ധിച്ച് ക്രൈസ്തവ സഭാചരിത്രത്തിൽ ഇറാന്റെ പ്രാധാന്യം എന്താണ് എന്ന് നോക്കുവാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാമോ ഇറാനിൽ എത്ര ക്രിസ്ത്യാനികളുണ്ടെന്ന്? ഒരു മുസ്ലിം രാഷ്ട്രമായ ഇറാനിൽ അവരുടെ ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം 1,17,000 ക്രിസ്ത്യാനികളാണ് ഉള്ളത്. എന്നാൽ അനൗദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് 10 ലക്ഷം ക്രിസ്ത്യാനികളെങ്കിലും ഇറാനിലുണ്ട്. എന്താണ് ഇറാനിലെ ക്രൈസ്തവ ചരിത്രം? എന്താണ് ഇപ്പോഴവിടെയുള്ള ക്രിസ്ത്യാനികളുടെ സാഹചര്യങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുവാൻ പോകുകയാണ്. ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹല്ലേലൂയ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കുക. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിൽ ഒരു സഭ സ്ഥാപിക്കപ്പെടുന്ന ആരംഭ ചരിത്രം മുതൽ ഇറാനിൽ ക്രൈസ്തവരുണ്ട്. വളരെ കൃത്യമായി നമുക്കിത് പറയുവാൻ സാധിക്കുന്ന വിഷയമാണ് ഒന്നാമത് നമ്മൾ നോക്കുന്നത്. 1. പെന്തക്കോസ്ത് നാൾ മുതൽക്കുള്ള സാന്നിധ്യം. യെരുശലേമിൽ പുതിയ നിയമ സഭയുടെ ഇനാഗുറൽ സെറമണി അല്ലെ ക്രൈസ്തവ സഭയുടെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് യഹൂദന്മാരുടെ പെന്തക്കോസ്ത് പെരുന്നാൾ ദിനത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ച് 120 പേരടങ്ങുന്ന ക്രിസ്തു ശിഷ്യന്മാർ ഒരു മാളിക മുറിയിൽ ഒന്നിച്ച് കൂടിയിരുന്നു. അവരൊന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വലിയ കാറ്റും മുഴക്കവും ഉണ്ടായി. സ്വർഗീയ അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവിടെ ഇരുന്ന ഓരോരുത്തരുടെ മേലും ആ തീനാളങ്ങൾ പതിഞ്ഞു. അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദന്മാരുടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആളുകൾ യെരുശലേമിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. 10,000-കണക്കിന് ആളുകൾ യെരുശലേമിന്റെ തെരുവുകളിലൂടെ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന സമയമാണത്. ഈ ഉത്സവ പശ്ചാത്തലത്തിലാണ് അസാധാരണമായ ഒരു സംഭവം, ശബ്ദം ഒക്കെ അവിടെ ഒരു കെട്ടിടത്തിനകത്ത് നിന്ന് മുഴങ്ങി കേൾക്കുന്നത്. ഇതെന്താണെന്നറിയാനായിട്ട് ആളുകൾ അവിടേക്ക് ഓടിക്കൂടി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. ഇതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അവിടേക്ക് ഓടിയെത്തിയ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് പേർഷ്യയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഇറാന് ഇതിലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇപ്രകാരം തുടരുന്നു. പാർത്ഥർ, മേദ്യർ, എലാമ്യർ മെസൊപ്പൊട്ടേമിയയിലും യഹൂദ്യയിലും കപ്പദോക്യയിലും പൊന്തോസിലും ഏഷ്യയിലും ഫ്രുഗ്യയിലും പംഫുല്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് സമീപമുള്ള ലിബ്യയുടെ ഭാഗങ്ങളിൽ പാർക്കുന്നവർ, റോമിൽ നിന്ന് വന്ന യഹൂദന്മാർ, മതപരിവർത്തനം ചെയ്തവർ, ക്രേത്യർ, അറേബ്യക്കാർ, ഇങ്ങനെ ഏകദേശം 15ഓളം ജനവിഭാഗങ്ങൾ, വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് വന്നവർ, വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നവർ, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ അവിടെ എത്തിയിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പരാമർശിക്കുന്ന ആദ്യത്തെ പേരുകൾ പാർത്തർ എന്ന് പറയുന്നത് പാർത്ഥിയൻസ് എന്ന അർത്ഥത്തിലാണ്. മേദ്യർ, അടുത്തത് എലാമ്യർ, ഇതെല്ലാം മെസൊപ്പൊട്ടേമിയ പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ഇറാനുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഇങ്ങനെ ഓടിക്കൂടിയവരിൽ കുറെ ആളുകളെങ്കിലും ഈ അത്ഭുതകരമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും അവരിൽ കുറെ പേർ സ്നാനമേറ്റ് സഭയോട് ചേരുകയും ചെയ്തു. 3000 പേരാണ് അന്നവിടെ സ്നാനമേറ്റത്. അപ്പോൾ ഇറാനിൽ നിന്നും വന്ന ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളും അന്ന് സ്നാനമേറ്റ് സഭയോട് ചേർന്നു എന്ന് കൃത്യമായി നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ അവരുടെ പേരുകൾ പ്രത്യേകം അവിടെ എടുത്തു പറയുന്നത്. കൂടാതെ ക്രിസ്തു ശിഷ്യനായ തോമസ്, ഇറാനിലെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആരംഭ ചരിത്രത്തിൽ അദ്ദേഹത്തിനും ഒരു റോളുണ്ട്. പാരമ്പര്യമനുസരിച്ച് തോമസ് ലീഹ പേർഷ്യയിലൂടെ സഞ്ചരിച്ചാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത്. അദ്ദേഹം പേർഷ്യ വഴി സഞ്ചരിക്കുമ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ
ആ പ്രദേശങ്ങളിൽ ക്രിസ്തുമതം പ്രചരിക്കുവാൻ കാരണമായി എന്ന് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, കിഴക്കൻ സഭകളുടെ വളർച്ച. അത് 2 മുതൽ 7 വരെയുള്ള നൂറ്റാണ്ടുകളാണ് ആ കാലഘട്ടം. സിറിയയിലെ എഡേസ ആദിമകാലത്തെ ഒരു പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ വേദപാഠ കേന്ദ്രമായിരുന്നു. അവിടെ നിന്ന് ധാരാളം ആളുകൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പഠനം നടത്തി പോയതായിട്ട് ചരിത്രം പറയുന്നു. അവർ അവിടെ പഠിച്ചിരുന്നത് സുറിയാനി ഭാഷയിലാണ്. കിഴക്കൻ സഭയുടെ വൈദികരെ പരിശീലിപ്പിച്ചിരുന്നതും വേദപുസ്തകം അവർ പരിഭാഷപ്പെടുത്തിയതുമൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ സ്വാധീനത്തിൽ സുറിയാനി ഭാഷയിലാണ് ഇറാനിലെ അല്ലെങ്കിൽ പേർഷ്യയിലെ ക്രിസ്ത്യാനികൾ അവരുടെ ആരാധനകൾ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവരുടെ ആരാധന ഭാഷയും സുറിയാനി ഭാഷയായി മാറി. ഇതേ സുറിയാനി ഭാഷ തന്നെയാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്ന് ഓർക്കുക. ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. റോമ സാമ്രാജ്യവും പേർഷ്യയിലെ സസാനിദ് എന്ന സാമ്രാജ്യവും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ പിൽക്കാലത്തുണ്ടായി. അപ്പോൾ ഈസ്റ്റേൺ സഭ റോമുമായി ബന്ധമില്ലാതെ ഒരു പ്രത്യേക സ്വത്വം സൂക്ഷിച്ച് നിലനിർത്തുവാൻ ശ്രമിച്ചു. റോമ സാമ്രാജ്യത്തിലെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട പല ക്രിസ്ത്യാനികളും പേർഷ്യയിലേക്ക് പലായനം ചെയ്ത് എത്തിയിരുന്നു എന്നതും പേർഷ്യയിൽ ക്രൈസ്തവ സഭ വളരുവാനായിട്ട് കാരണമായി തീർന്നിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ പേർഷ്യയിൽ ക്രൈസ്തവർക്ക് തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ അവസരമുണ്ടായിരുന്നു, എതിർപ്പുകൾ കുറവായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, സസാനിദ് കാലഘട്ടത്തിലെ പീഡനങ്ങൾ. സ്വരാഷ്ട്രിയൻ മതമായിരുന്നു സസാനിദ് സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതം. ഇതൊരു ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതമാണെങ്കിലും ക്രിസ്തു മതത്തിന്റെ പെട്ടെന്നുള്ള വളർച്ച അവർക്കൊരു ഭീഷണിയായി തോന്നുകയും അവർ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയുകയും ചെയ്തു. റോമ സാമ്രാജ്യവുമായി പേർഷ്യയ്ക്ക് രാഷ്ട്രീയപരമായ ശത്രുതയുണ്ടായിരുന്നതിനാൽ റോമിന്റെ മതം സ്വീകരിച്ച ക്രിസ്ത്യാനികളെ അവർ രാജ്യദ്രോഹികളായി കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ശക്തമായ പീഡനങ്ങൾ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവർക്ക് അവിടെ നേരിടേണ്ടി വന്നു. AD 340 ആരംഭിച്ച ഷാപ്പൂർ രണ്ടാമന്റെ ഭരണകാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ പീഡനങ്ങൾ നടന്നതായി ചരിത്രത്തിൽ രേഖകളുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇറാനിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ പീഡനങ്ങൾക്കിരയായി രക്തസാക്ഷികളായി മരിക്കേണ്ടി വന്നു. ആ കൂട്ടത്തിൽ ബിഷപ്പുമാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, സാധാരണക്കാരായ വിശ്വാസികളുണ്ട്. ക്രൈസ്തവ സഭാചരിത്രത്തിൽ ഇവരെ പേർഷ്യൻ രക്തസാക്ഷികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ രക്തസാക്ഷികൾ ഈസ്റ്റേൺ സഭയുടെ വിശ്വാസത്തെ ശക്തീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാലാമത് നെസ്തോറിയൻ കാലഘട്ടം. ഇത് 5-ാം നൂറ്റാണ്ടിലെ കഥയാണ് പറയുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസായിരുന്ന നെസ്റ്റോറിയസ് യേശുക്രിസ്തുവിൽ ദൈവികവും മാനുഷികവുമായ 2 സ്വഭാവങ്ങൾ വ്യത്യസ്തവും വേർപെട്ടതുമായി നിലനിന്നിരുന്നു എന്ന് പഠിപ്പിച്ചു. അത് മാത്രവുമല്ല, യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയത്തെ തിയോട്ടോക്കോസ് അഥവാ ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിനെയും അദ്ദേഹം എതിർത്തു. AD 41 എഫസോസിൽ ഒരു സുന്നഹദോസ് നടന്നു. ആ സുന്നഹദോസിൽ ഈ നെസ്റ്റോറിയന്റെ പഠിപ്പിക്കലുകൾ പാഷണ്ഡതയാണെന്ന് വ്യാഖ്യാനിച്ച് അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കി. അതോടൊപ്പം നെസ്റ്റോറിയസിനെ പിന്തുണച്ച എഡേസയിലെ ദൈവശാസ്ത്ര സ്കൂളും നിർത്തലാക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ നേരെ പേർഷ്യയിലുള്ള നിസിബിസ് എന്ന നഗരത്തിലേക്ക് കുടിയേറി. ഇത് നെസ്റ്റോറിയൻ സഭയുടെ പേർഷ്യയിലെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ നെസ്റ്റോറിയൻ സഭ ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറി സഭകളിലൊന്നായി മാറ്റപ്പെട്ടു. അവർ സിൽക്ക് റൂട്ടിലൂടെ ചൈന, ഇന്ത്യ, മംഗോളിയ, ടിബറ്റ് എന്നീ ദേശങ്ങളിലേക്ക് പോകുകയും അവിടങ്ങളിലെല്ലാം സുവിശേഷം അറിയിച്ച് ധാരാളം ആളുകളെ ക്രിസ്തുമതത്തിലേക്ക് ചേർക്കുകയും ചെയ്തു. അങ്ങനെ കിഴക്കൻ രാജ്യങ്ങളിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിൽ ഈ നെസ്റ്റോറിയൻ ക്രിസ്ത്യൻസ് വലിയ പ്രാധാന്യം വഹിച്ചു. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ദീർഘകാലം ഈ നെസ്റ്റോറിയൻ ബിഷപ്പുമാരുമായി ആഴമായി ബന്ധമുള്ളവരായിരുന്നു. പേർഷ്യയിൽ നിന്ന് നിരന്തരം നെസ്റ്റോറിയൻ ബിഷപ്പുമാർ കേരളത്തിലേക്ക് സന്ദർശനം നടത്തുകയും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്തിരുന്നു എന്നതും ചരിത്രത്തിലെ വസ്തുതകളാണ്. ഇനി 5-ാമതായിട്ട് ഇസ്ലാമിക അധിനിവേശ കാലഘട്ടം.
7 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകൾ. പേർഷ്യയിലെ ഇസ്ലാമിക ഭരണം വന്നപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ദിമ്മി എന്ന പദവി ലഭിച്ചു. അതിന്റെ അർത്ഥം അവർക്കൊരു നിശ്ചിത നികുതി കൊടുത്ത് അവരുടെ വിശ്വാസവും മതവും ഒക്കെ സംരക്ഷിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതുമൂലം ക്രിസ്ത്യാനികൾക്ക് കടുത്ത ഇസ്ലാമിക നിയമങ്ങളുടെ കീഴിൽ പോലും വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ പേർഷ്യയിൽ അവസരമുണ്ടായി എന്നുള്ളതാണ്. ഇസ്ലാമിക ഭരണത്തിന് കീഴിലാണെങ്കിലും വൈദ്യശാസ്ത്ര രംഗത്തും തത്വശാസ്ത്ര രംഗത്തുമൊക്കെ ക്രിസ്ത്യാനികളുടെ സംഭാവനകൾ അതുല്യമായിരുന്നു. അതെല്ലാം ഇസ്ലാമിക ലോകത്തിന് പ്രയോജനപ്പെട്ടു. ഗ്രീക്കുകാരുടെയും സുറിയാനി പണ്ഡിതന്മാരുടെയും ഒക്കെ അറിവുകൾ ഇസ്ലാമിക ലോകത്തിന് ലഭിക്കത്തക്ക നിലയിൽ ഒരു പാലമായി വർത്തിച്ചതും ഈ നെസ്തോറിയൻ ക്രിസ്ത്യൻസാണ്. 6ാമത് മംഗോൾ ആക്രമണ കാലഘട്ടം. അത് 13-14 നൂറ്റാണ്ടുകളാണ്. ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിലുള്ള മംഗോളിയൻ സാമ്രാജ്യം അതിവിശാലമായിരുന്നു. ഈ സാമ്രാജ്യം ഡാന്യൂബ് നദി മുതൽ ജപ്പാൻ കടൽ തീരം വരെയും ആർട്ടിക് മുതൽ കംബോജ വരെയും വ്യാപിച്ചു കിടന്നിരുന്നു. അന്ന് ഏകദേശം 3.3 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ടായിരുന്നു എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതായത് നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയുടെ കരവിസ്തൃതിയുടെ 1/5 ഭാഗം മുഴുവൻ ഒരു സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു, ചെങ്കിസ് ഖാന്റെ സാമ്രാജ്യത്തിന്റെ കീഴിൽ. ആ കാലഘട്ടത്തിൽ ഈ മംഗോളിയൻ സാമ്രാജ്യത്തിൽ 10 കോടി ജനങ്ങളെങ്കിലും ഉണ്ടായിരുന്നു എന്നും കരുതപ്പെടുന്നു. യുറേഷ്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെട്ടിരുന്നതിനാൽ ഇതിനെ മംഗോൾ ലോക സാമ്രാജ്യം എന്നും വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. മംഗോളിയൻ അധിനിവേശത്തിൽ ഇറാനിൽ 1 കോടിയോളം ആളുകളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഈ നെസ്തോറിയൻ മിഷണറിമാരുമായി ബന്ധപ്പെട്ട് ഈ മംഗോളിയൻ വംശജരിൽ പലരും ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുമുണ്ട്. ചില മംഗോൾ ഭരണാധികാരികളും അവരുടെ കുടുംബാംഗങ്ങളും രാജ്ഞിമാരുമൊക്കെ ക്രിസ്ത്യാനികളായ ചരിത്രവുമുണ്ട്. ഇത് ആ കാലഘട്ടത്തിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഈ മംഗോളിയൻ സാമ്രാജ്യത്തിൽ അല്പം ചില സ്വാധീനങ്ങളൊക്കെ ചെലുത്തുവാനായിട്ട് ക്രൈസ്തവർക്ക് മുഖാന്തരമായി മാറുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് ഈ മംഗോളിയൻ രാജാക്കന്മാരിൽ പലരും ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടെ അതികഠിനമായ പീഡനങ്ങൾ അവിടുത്തെ ക്രൈസ്തവർ അനുഭവിക്കേണ്ടി വന്നതും പേർഷ്യയിലെ അല്ലെങ്കിൽ ഇറാനിലെ ചരിത്രത്തിന്റെ ഭാഗമാണ്. 7ാമത് യൂറോപ്യൻ മിഷണറിമാരുടെ വരവ്. 16 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിലാണ് ഇത് സംഭവിക്കുന്നത്. പോർച്ചുഗീസുകാരുടെയും പിന്നീട് ഫ്രഞ്ചുകാരുടെയും വരവോടെ റോമൻ കത്തോലിക്ക മിഷണറിമാർ ഇറാനിൽ എത്തിച്ചേർന്നു. കാർമലൈറ്റ് മിഷണറി സമൂഹം, ഡൊമിനിക്കൻ സമൂഹം, ജെസ്യൂട്ട് മിഷണറിമാർ ഇവരെല്ലാം ഇറാനിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അവർ ചില നെസ്തോറിയൻ സമുദായങ്ങളെ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെടുത്തുവാനും കൂട്ടിച്ചേർക്കുവാനും ഒക്കെ ശ്രമം നടത്തിയിട്ടുമുണ്ട്. പിന്നീട് 19ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ അമേരിക്കൻ, ബ്രിട്ടീഷ്, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ഇറാനിലെത്തി. ഹെൻറി മാർട്ടിനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. 1812 അദ്ദേഹം പുതിയ നിയമം പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. ഉർമിയ എന്ന പട്ടണത്തിൽ മിഷണറി സ്കൂളും ആശുപത്രിയും ഒക്കെ സ്ഥാപിക്കപ്പെട്ടു. ഇത് പേർഷ്യൻ പ്രസ്ബിറ്റേറിയൻ സഭയുടെ രൂപീകരണത്തിന് കാരണമായി മാറിയതും ചരിത്രത്തിന്റെ ഭാഗമാണ്. 8ാമതായിട്ട് അർമേനിയൻ, അസീറിയൻ സമൂഹങ്ങൾ. 17ാം നൂറ്റാണ്ടിൽ പേർഷ്യയിലെ ഷായായിരുന്ന ഷാ അബ്ബാസ് ഒന്നാമൻ ഓട്ടോമൻ സാമ്രാജ്യവുമായുള്ള യുദ്ധത്തിൽ നിന്ന് അർമേനിയൻ വ്യാപാരികളെയും കരകൗശല വിദഗ്ധരെയും ഒക്കെ ന്യൂ ജുൽഫ എന്ന സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അവരിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവരായിരുന്നു. അവർക്ക് അവിടെ വലിയ അളവിൽ സ്വതന്ത്രമായ ഭരണ സംവിധാനവും മതസ്വാതന്ത്ര്യവും ഒക്കെ നൽകി. പ്രസിദ്ധമായ വാങ്ക് കത്തീഡ്രലൊക്കെ ഈ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇന്നും ഇറാനിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഈ അർമേനിയൻ ഓർത്തഡോക്സ് സഭയാണ്. അതോടൊപ്പം തന്നെയുള്ളതാണ് അസീറിയൻ സമൂഹം. നെസ്തോറിയൻ സഭയുടെ പിന്തുടർച്ചക്കാരായ അസീറിയൻ ക്രിസ്ത്യാനികളും ഇറാനിൽ വലിയൊരു സമൂഹമായിട്ടുണ്ട്. അവർ സുറിയാനി ഭാഷയും കിഴക്കിൻ്റെ പാരമ്പര്യങ്ങളും ഇന്നും പിന്തുടരുന്നു. അവർക്ക് ഇറാൻ പാർലമെന്റിൽ ഒരംഗത്തെ സംവരണം ചെയ്തിട്ടുമുണ്ട്. ഇനി 9ാമത്തേത് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള ക്രൈസ്തവർ. അതായത് 1979 ശേഷമുള്ള ചരിത്രം. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറി. ഭരണഘടന പ്രകാരം അർമേനിയൻ, അസീറിയൻ, ജൂത, സൊരാഷ്ട്രിയൻ എന്നീ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം ഔദ്യോഗികമായി അംഗീകാരം നൽകിയിട്ടുണ്ട്. അവർക്ക് പാർലമെന്റിൽ സംവരണ സീറ്റുകളുമുണ്ട്. എങ്കിലും ശരീഅത്ത് നിയമങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ദൈനംദിന ജീവിതത്തിലും ആരാധനകളിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് പേർഷ്യൻ ഭാഷയിൽ ആരാധന നടത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാനികൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിക്കുന്നത്
വലിയ കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. അവർ വധിക്കപ്പെടുവാൻ വരെ സാധ്യതകളുണ്ട്. മിഷണറി പ്രവർത്തനങ്ങൾ ശക്തമായി നിരോധിച്ചിട്ടുമുണ്ട്. പത്താമതായി, സമീപകാലത്തുണ്ടായിരിക്കുന്ന ക്രൈസ്തവ വളർച്ചയെക്കുറിച്ച്. ഔദ്യോഗിക അംഗീകാരമുള്ള ക്രിസ്ത്യൻ പള്ളികളിൽ പേർഷ്യൻ സംസാരിക്കുന്ന ഇറാനികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിരവധി ഇറാൻകാർ രഹസ്യമായി വീടുകളിൽ ആരാധിക്കുന്നു എന്നാണ് പുറത്തേക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ക്രിസ്തു മതത്തിന്റെ രഹസ്യാത്മകമായ ഒരു വളർച്ചയ്ക്ക് ഇത് കാരണമായിട്ടുണ്ട്. പിന്നീട് ഈ ആധുനിക സംവിധാനങ്ങളെല്ലാം വന്നപ്പോൾ സാറ്റലൈറ്റ് ടെലിവിഷനുകൾ, ഇന്റർനെറ്റ് സംവിധാനം, ഇതിലൂടെയൊക്കെ ഒരു ഡിജിറ്റൽ സുവിശേഷീകരണം നടക്കുന്നുണ്ട്. അതിനെ തടയിടുവാൻ ഇറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ക്രിസ്ത്യൻ പരിപാടികളും പ്രബോധനങ്ങളും ഇറാനിലേക്ക് എത്തുന്നത് ഇന്ന് ഡിജിറ്റൽ മാർഗത്തിലൂടെയാണ്. ഇപ്പോൾ ക്രിസ്തുമതത്തിലേക്ക് മാറുന്ന ഇറാനികളുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് വാർത്തകൾ പറയുന്നത്. ഇസ്ലാമിക നിയമങ്ങൾ ലംഘിച്ച് ക്രിസ്തുമതം സ്വീകരിക്കുന്നവരെ ഇറാൻ ഭരണകൂടം കഠിനമായി പീഡിപ്പിക്കുമെന്നത് ഉറപ്പാണ്. എന്നിട്ടും ധാരാളം ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് മാറുന്നു. ഇറാനിൽ എത്ര ക്രിസ്ത്യാനികൾ ഉണ്ടെന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. 2016 സെൻസസ് അനുസരിച്ച് ഇറാനിൽ 1,17,700 ക്രൈസ്തവരുണ്ടെന്നാണ് കണക്ക്. ഇതിൽ ബഹുഭൂരിപക്ഷവും പരമ്പരാഗതമായി അവിടെ പാർക്കുന്ന അർമേനിയൻ, അസീറിയൻ, കൽദായ ക്രിസ്ത്യാനികളാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള കണക്ക് ഇതൊന്നുമല്ലെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇറാനിൽ ഏകദേശം 10 ലക്ഷത്തിലധികം ക്രിസ്ത്യാനികൾ ഇപ്പോൾ സജീവമായി ഉണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ കണക്കുകൾ എത്രത്തോളം കൃത്യമാണ് എന്ന് നമുക്ക് പറയുവാനോ അവകാശപ്പെടുവാനോ സാധിക്കുകയില്ല. പ്രധാനമായും ഈ രഹസ്യ സഭകളിൽ, ഭവനങ്ങളിൽ നടക്കുന്ന സഭകളിലൊക്കെ കൂടുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, 1-ാം നൂറ്റാണ്ട് മുതൽ, ക്രൈസ്തവ സഭയുടെ ആരംഭ കാലഘട്ടം മുതൽ ഇറാനിൽ, പേർഷ്യയിൽ ക്രൈസ്തവ സാന്നിധ്യമുണ്ടായിരുന്നു. സജീവമായ ഒരു ക്രിസ്തീയ സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ക്രൈസ്തവ സമൂഹം ഇറാനുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷീകരണം നടത്തിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവർ കേരളത്തിലും വന്നിരുന്നു. എന്നാൽ ഇന്ന് ആ ക്രൈസ്തവ സമൂഹം വളരെ ശുഷ്കമായ അവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തുന്ന ഒരു ഭരണകൂടം ക്രൈസ്തവ സമൂഹത്തെ അടിച്ചമർത്തുവാൻ തങ്ങളാലാവുന്നത് മുഴുവൻ ശ്രമിച്ചിട്ടും ഇന്നും അവിടെ ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ക്രൈസ്തവരും അവിടെയുള്ള ചെറിയ സമൂഹമായ യഹൂദന്മാരും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെ ബാധിക്കും, അവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തിനും അവിടെയുള്ള ചെറിയ യഹൂദ സമൂഹത്തിനും എങ്ങനെ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോഴുള്ള ഈ പ്രതിസന്ധികൾ, യുദ്ധത്തിൻ്റെ തീവ്രത, ആ ദേശത്തിന് വരുത്തിയിരിക്കുന്ന എല്ലാ ദുരിതങ്ങളും നമ്മൾ നമ്മുടെ കണ്ണിൻ മുൻപിൽ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാർത്തകളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാന് വേണ്ടി പ്രാർത്ഥിക്കുക, അവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തെ ഓർക്കുക, ആ ദേശത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. അതുമാത്രമേ നമുക്കിപ്പോൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഹാലലിയ പബ്ലിക്കേഷൻ്റെ 3 പുസ്തകങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ 3 പുസ്തകങ്ങളും ഞാൻ തന്നെ എഴുതിയിട്ടുള്ളതാണ്. ആദ്യത്തേത് IPCയുടെ ചരിത്രമാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ സീനിയർ ആയിരുന്ന ഒരു ദൈവദാസൻ പാസ്റ്റർ VT തോമസിൻ്റെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് സമ്പൂർണ്ണമായും IPCയുടെ ചരിത്രം സത്യസന്ധമായി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. 200 രൂപയാണ് ഇതിൻ്റെ വില. അടുത്തതും ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ്. ഇത് വെസ്റ്റ് ബംഗാളിൽ 40-ലധികം വർഷങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ മാമൻ ജോസഫിൻ്റെ ജീവിതാനുഭവങ്ങളാണ്. ഇതിൻ്റെ പേര് ഡാർജിലിംഗ് താഴ്വരയിലെ സുവിശേഷ വിപ്ലവം എന്നാണ്. സമഗ്രമായി ഇന്ത്യൻ മിഷനെക്കുറിച്ച് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ജീവചരിത്ര ഗ്രന്ഥം. ഇതിൻ്റെ വില 300 രൂപയാണ്. മറ്റൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പേരിൽ ഞാൻ എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. 150 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഈ 3 പുസ്തകങ്ങൾക്കും കൂടെ 650 രൂപ വില. എന്നാൽ ഇപ്പോൾ 400 രൂപയ്ക്ക് ഈ 3 പുസ്തകങ്ങൾ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിലാസം വാട്സപ്പ് ചെയ്യുക, ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കുക.